നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാത്തോമ ന്യൂസ്. ദൈവത്തിനെ നാം മഹത്വം കരയറ്റുന്നു. അതേ അവസരത്തിൽ തന്നെ മനുഷ്യനെ അന്യോന്യെ സ്നേഹിപ്പാനും കരുതുവാനും ചേർത്ത് പിടിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നൊരു പ്രസ്ഥാനമായിട്ട് ഇത് മാറുക കൂടിയാണ് ചെയ്യുന്നത്. സഭാ അധ്യക്ഷന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയിൽ ഭൂഭവനരഹിതരായ 150 പേർക്ക് കിടപ്പാടമൊരുക്കി മാതൃക സൃഷ്ടിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ 75ാം ജന്മദിനം പട്ടത്വ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സഭ ഈ നിശബ്ദ വിപ്ലവത്തിന് സാക്ഷിയാകുന്നത്. തിരുവനന്തപുരം, തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങൾ മുതൽ എറണാകുളം, ഹൈറേഞ്ച്, മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ പ്രദേശങ്ങളിലെ ജനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി. 560 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് 7.5 ലക്ഷം രൂപ ചിലവായി. ഭൂരഹിതർക്ക് ഭവനമൊരുക്കുവാൻ 13 കുടുംബങ്ങൾ 7 ഏക്കറോളം ഭൂമി സൗജന്യമായി നൽകിയതോടെ പദ്ധതി കൂടുതൽ ജനകീയമായി. 5-ൽ കൂടുതൽ വീടുകൾ ഒരുമിച്ച് നിർമ്മിച്ച സ്ഥലങ്ങളിൽ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കമ്മ്യൂണിറ്റി ഹാളും സജ്ജമാക്കി. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ എന്നിവരടങ്ങിയ കമ്മിറ്റി പദ്ധതിക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ വെരി റവറൻ ജോർജ് മാത്യു, വെരി റവറൻ മാത്യു ജോൺ, റവറൻ VS കറിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഭവന നിർമ്മാണം. അന്ന ആർക്കിടെക്ട് നേതൃത്വത്തിൽ വിദഗ്ധ എഞ്ചിനീയറിംഗ് സംഘം മേൽനോട്ടം വഹിച്ചു. അഭയ പദ്ധതിയുടെ സമാപന സമ്മേളനവും സ്തോത്ര ശുശ്രൂഷയും 27-ന് വൈകുന്നേരം 4 മണിക്ക് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത, സഭയിലെ മേൽപ്പട്ടക്കാർ തുടങ്ങിയവർ പ്രസംഗിക്കും. അഭയ പദ്ധതിയിൽ തോട്ടയ്ക്കാട് നിർമ്മാണം പൂർത്തിയാക്കിയ 10 വീടുകളുടെ കൂദാശ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പലപ്പോഴും ഇങ്ങനെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഓരോരുത്തരുടെ പേരിലൊക്കെ പണിയുന്ന ഒരു പതിവ് പലയിടങ്ങളിലും ഒക്കെ ഉണ്ട്. അതിൽ വ്യത്യസ്തമായി തിരുമേനിയുടെ താല്പര്യമായിരുന്നു ആവശ്യത്തിലുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുക. ആ വിധത്തിലാണ് അഭയവും ലക്ഷ്യ പദ്ധതിയൊക്കെ നമ്മൾ സഭാ കൗൺസിലായി തീരുമാനിച്ച് ആ പദ്ധതിയിലേക്കൊക്കെ പ്രവേശിച്ച്. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, വികാരി ജനറൽ വെരി റവറൻ സാംശ്രം ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, അഭയ പദ്ധതി കോർഡിനേറ്റർ റവറൻ VS കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിറപ്പുറത്ത് റവറൻ CV ജോണിന്റെ കുടുംബം സൗജന്യമായി നൽകിയ 62 സെന്റ് ഭൂമിയിലാണ് 10 വീടുകളും കമ്മ്യൂണിറ്റി ഹാളും നിർമ്മിച്ചത്. കാരംവേലിയിൽ 14, കിടങ്ങന്നൂരിൽ 2, നാരകത്താനിയിൽ 1, കവിയൂർ 1, കാരിക്കുഴി 1 എന്നിങ്ങനെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള കലഹണ്ടി മിഷനിൽ പുനരുദ്ധരിച്ച 7 പള്ളികളുടെ കൂദാശ ആരംഭിച്ചു. തദ്ദേശവാസികളും വിശ്വാസികളുമായ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത കൂദാശ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡോക്ടർ അരുൺ തോമസ്, മിഷണറിമാരായ റവറൻ ഷിജോ രാജൻ, റവറൻ ആശിഷ് രാജു ഡാനിയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു പള്ളിയുടെ നവീകരണത്തിന് നേതൃത്വം നൽകിയ കീക്കൊഴൂർ മാർത്തോമ ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികൾ വികാരി റവറന്റ് അജി തോമസിനോടൊപ്പം ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ബാലി ബാജു സെന്റ് സ്റ്റീഫൻസ്, പടേലി സെന്റ് ജെയിംസ്, ഡോംഗബ സെന്റ് ആൻഡ്രൂസ്, ജോദാബന്ദ് സെന്റ് തോമസ് എന്നീ ദേവാലയങ്ങളുടെ കൂദാശകൾ പൂർത്തിയായി. നാപ്പാഡുലു സീനായ്, ലുബൻഗാർ ജഹോവ, പൊക്കാരി കാർമേൽ ദേവാലയങ്ങളുടെ കൂദാശ അടുത്ത ദിവസങ്ങളിലായി നടത്തും. 26-ന് പൂർത്തിയാകും. തദ്ദേശവാസികളായ വലിയ സമൂഹം കൂദാശകൾക്ക് സാക്ഷ്യം വഹിച്ചു. ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ വിശിഷ്ട അതിഥികൾക്ക് ഗ്രാമവാസികൾ ഊഷ്മള വരവേൽപ്പ് നൽകി. 22 ഗ്രാമങ്ങളിലായി 1500 കിലോ തുണിത്തരങ്ങളും വിതരണം ചെയ്തു. വനാതിർത്തികളിൽ 22 ഗ്രാമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കലഹണ്ടി മിഷൻ ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാകുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സൗകര്യങ്ങൾ ഒരുക്കി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഏറെ ശ്രദ്ധ നൽകുന്നു. തദ്ദേശീയരായ 22 സുവിശേഷകർ ഈ മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുന്ന വസതി പദ്ധതിയിൽ വാഴൂർ 14-ാം മൈലിൽ നിർമ്മിക്കുന്ന 3 വീടുകളുടെ ശിലാസ്ഥാപനം ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. വികാരി ജനറൽ വെരി റവറൻ സാംശ്രം ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, കൺവീനർ റവറൻ ജോസി ജോർജ് എന്നിവർ പങ്കെടുത്തു.
ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി 70-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്ദി പ്രകാശന ഒത്തുചേരൽ ഏപ്രിൽ 28 രാവിലെ 10 മുതൽ തിരുവല്ലയിൽ മാർത്തോമാ സഭ ആസ്ഥാനത്ത് നടക്കും. പ്രസിഡന്റ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം നിർവഹിക്കും. ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ ധ്യാന പ്രസംഗം നടത്തും. വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ, ബൈബിൾ സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കാർഡിന്റെ നിയന്ത്രണത്തിൽ മധ്യപ്രദേശിലെ ഷിപ്രയിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ച വിദ്യാർത്ഥികൾ 100% വിജയം നേടി. 12ാം ക്ലാസ്സിൽ സൂഫിയ ഷൈ, അൽഷിഫ ഷൈഖ്, അക്ഷത് ബെൻസാൽ എന്നിവർ മികച്ച വിജയം കൈവരിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ ലാവണ്യ മാളവ്യ 94% മാർക്കോടെ സ്കൂളിൽ 1ാം സ്ഥാനം നേടി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂൾ മാനേജർ റവറൻ റിജു തോമസ് ജോൺ, പ്രിൻസിപ്പൽ റിൻറ്റു എൽസ തോമസ്, മറ്റ് അധ്യാപകർ എന്നിവരെയും കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ അഭിനന്ദിച്ചു. മാർത്തോമാ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ കാട്ടാക്കട ചാരുപാറ മാർത്തോമാ വയോജന മന്ദിരത്തിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം 25-ന് നടക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക പ്രഭാഷണം മെയ് 9-ന് വൈകുന്നേരം 4 മണിക്ക് പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ നടത്തും. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ലത്തീൻ കത്തോലിക്ക സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രഭാഷണം നടത്തും. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ഷാലോ.